യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഈ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്നാണ് ഇന്ന് അറ്റോർണി ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയെ അറിയിച്ചത്. നിമിഷപ്രിയയുടെ അമ്മ ഈ പ്രേമകുമാരി ചർച്ചകൾക്കായി നിലവിൽ യമനിലുണ്ട് എന്ന് അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അവരെ സഹായിക്കുന്നതിനായി ഒരു പവർ ഓഫ് അറ്റോർണിയും നിലവിൽ യമനിലുണ്ട് എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. ഇവർക്ക് വേണ്ട സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നേരത്തെ ഈ ചർച്ചകൾക്ക് ആയി ഒരു മധ്യസ്ഥ സംഘത്തിനെ, നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ ഈ യമനിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്താണ് ഈ അറ്റോർണി ജനറൽ ഈ കുടുംബത്തിന് മാത്രമാണ് ചർച്ചകൾക്ക് അവകാശമെന്ന കാര്യം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ ആരെങ്കിലും ചർച്ചകളിലോ മറ്റോ ഇടപെടുകയാണെങ്കിൽ കൂടിയും അത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് അറ്റോർണി ജനറൽ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുള്ള പങ്കിന് നന്ദി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഈ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് പുറമെ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ സംബന്ധിച്ചും ഈ കൗൺസിലിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഈ രാഗേന്ദ്ര ബസന്തും അതുപോലെ തന്നെ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ സീനിയർ അഭിഭാഷകനായ രാഗേന്ദ്ര ബസന്ത് ഏതാണ്ട് 4 തവണയാണ് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ സംബന്ധിച്ചുള്ള കാര്യം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ അറ്റോർണി ജനറൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാർ വേണ്ട ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്, ചർച്ചകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയിൽ വ്യക്തമാക്കാൻ വേണ്ടി കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ഈ ചർച്ചകളുടെ വിശദാംശങ്ങളും മറ്റും പുറത്തു പോവുകയാണെങ്കിൽ അത് തിരിച്ചടിയാകും, ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. തുടർന്ന് കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് വേണമെങ്കിൽ ഈ രഹസ്യ വിചാരണ ഈ കേസുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നടത്താമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഈ ഒടുവിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ഈ യമനിൽ ഈ മധ്യസ്ഥ സംഘത്തിന് പോകുന്നതിനുള്ള അനുമതി തേടി കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുന്നതിന് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ അപേക്ഷ നൽകുകയാണെങ്കിൽ അതിൽ ഉചിതമായ തീരുമാനം എടുക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തീരുമാനം എന്താണെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല. അറ്റോർണി ജനറലും കോടതിയെ അറിയിച്ചത് അത്തരം ഒരു നിവേദനം ലഭിക്കുകയാണെങ്കിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് താൻ പറയാമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി ഇപ്പോൾ സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്.